ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് HST നാച്ചുറൽ സയൻസ് 2022. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാച്ചുറൽ സയൻസിൻ്റെ കോർ ടോപ്പിക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനറൽ ടോപ്പിക്സൊക്കെ ഈ സീരീസിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 21st ക്വസ്റ്റ്യൻ ആണ്. വൈറസ് അണുബാധയോട് അനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിവൈറൽ ഘടകങ്ങളാണ്. വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിവൈറൽ ഘടകങ്ങളാണ്. ഓപ്ഷൻ എ വിറിയോൺ, ബി ഇൻ്റർഫെറോൺ, സി ആൻറ്റിവൈറിൻ, ഓപ്ഷൻ ഡി ആൻറ്റിജൻ. ആൻസർ ഓപ്ഷൻ ബി ഇൻ്റർഫെറോൺ. ഓപ്ഷൻ എ വിറിയോൺ എന്താണെന്ന് നോക്കാം. വിറിയോൺ എന്ന് പറയുന്നത് വൈറസ്, എൻറ്റയർ വൈറസ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന പേരാണ് വിറിയോൺ. ഈ എൻറ്റയർ വൈറസ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇന്നർ പോർഷനിൽ ന്യൂക്ലിക് ആസിഡ്, അത് DNA ആകാം RNA ആകാം. അപ്പോൾ ഈ വിറിയോൺ എന്ന് പറയുന്ന വൈറസ് പാർട്ടിക്കിളിൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ന്യൂക്ലിക് ആസിഡ്, അത് DNA ആകാം RNA ആകാം. അതിൻ്റെ പുറമേ കാണുന്ന ഒരു പ്രോട്ടീൻ ഷെല്ലുണ്ട്, ഔട്ടർ കവറിങ് പ്രോട്ടീൻ ഷെല്ലാണ്. ആ ഷെല്ലിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. പ്രോട്ടീൻ ഷെല്ലിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വൈറസ് പാർട്ടിക്കിളിനെ, എൻറ്റയർ വൈറസ് പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് വിറിയോൺ. അടുത്തത് ആൻറ്റിവീറിൻ. എന്താണ് ആൻറ്റിവീറിൻ? ഇതൊരു സിന്തറ്റിക് ആൻറ്റി വൈറൽ ഡ്രഗ് ആണ്. എഗ്നിസ്റ്റ് ദ ഫ്ലൂ വൈറസ്. ഫ്ലൂ വൈറസിന് എതിരായിട്ടുള്ള ആൻറ്റി വൈറൽ ഡ്രഗാണ് ആൻറ്റിവീറിൻ എന്ന് പറയുന്നത്. അടുത്തത് ആൻറ്റിജൻ. ആൻറ്റിജൻ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഏതൊരു ഫോറിൻ സബ്സ്റ്റൻസും, പ്രോട്ടീൻ ആകാം, കാർബോഹൈഡ്രേറ്റ്സ് ആകാം, പതോജൻ്റെ പ്രോട്ടീൻ പാർട്ടോ കാർബോഹൈഡ്രേറ്റ്സോ ആകാം ആൻറ്റിജൻസ്. അപ്പം ഇങ്ങനെയുള്ള ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആൻറ്റിബോഡീസാണ്. ഹോസ്റ്റിൻ്റെ ബോഡിയിലുള്ള ആൻറ്റിബോഡീസിനാലാണ് ഈ ആൻറ്റിജൻ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫോറിൻ മെറ്റീരിയൽസാണ് ആൻറ്റിജൻസ്, അത് പതോജനിക്കാണ്. അടുത്തത് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് വരാം. ഇൻ്റർഫെറോൺ. എന്താണ് ഇൻ്റർഫെറോൺ? ഇൻ്റർഫെറോൺ ഒരു തരത്തിലുള്ള സൈറ്റോകൈൻസ് ആണ്. ഇറ്റ് മേ ബി എ സിഗ്നലിംഗ് പ്രോട്ടീൻ. അപ്പം സൈറ്റോകൈൻസ് ആകാം, സിഗ്നലിംഗ് പ്രോട്ടീൻസ് ആകാം. ദാറ്റ് ക്യാൻ ആക്ടിവേറ്റ് സ്പെസിഫിക് പ്രോട്ടീൻസ് ഇൻ ഹോസ്റ്റ് സെൽസ്, ലീഡിങ് ടു ദ ഇൻഹിബിഷൻ ഓഫ് വൈറൽ റെപ്ലിക്കേഷൻ ബൈ ഇൻഡ്യൂസിങ് ആൻറ്റിവൈറൽ സ്റ്റേറ്റ്. അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന സൈറ്റോകൈൻസോ അല്ലെങ്കിൽ സിഗ്നലിംഗ് പ്രോട്ടീൻസോ ഒക്കെയാണ് ഈ ഇൻ്റർഫെറോൺ എന്ന് പറയുന്നത്. ഇൻ്റർഫെറോൺ ൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് നൈബറിംഗ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴി നൈബറിംഗ് സെൽസിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ വൈറസിൻ്റെ DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ RNA വൈറൽ ന്യൂക്ലിക് ആസിഡ് ഏതാണ് അതിൻ്റെ റെപ്ലിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്ത് ഹോസ്റ്റ് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി. ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി. ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി അസെക്ടോബാക്ടർ. ആൻസർ ഓപ്ഷൻ എ ആൻഡ് ബി. സി ആണ്, സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ലാക്ടോബാസിലസ്. സി ഓപ്ഷൻ എ ആൻഡ് ബി. ദാറ്റ് മീൻസ് സ്ട്രെപ്റ്റോകോക്കസും ലാക്ടോബാസിലസും ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവികളാണ്. അസെക്ടോബാക്ടർ യൂസ് ചെയ്യുന്നത് അസെക്റ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ്. ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന മറ്റ് ചില മൈക്രോബ്സും കൂടെ ഒന്ന് പരിചയപ്പെടാം. ക്യാമംബർട്ട് ആൻഡ് ബ്രൈ ചീസ് എന്ന് പറയുന്ന തരത്തിലുള്ള ചീസിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് പെൻസിലിയം ക്യാമംബർട്ടി, ബ്രൈ ചീസസ്, പെൻസിലിയം ക്യാമംബർട്ടി. സിസ് ചീസ്,
സിസ് ചീസിൻ്റെ പ്രത്യേകത എന്താണ്? ലാർജ് ഹോൾസോട് കൂടിയ ചീസാണ് സിസ് ചീസ്. ഈ ലാർജ് ഹോൾസ് ഉണ്ടാകാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് കൂടുതൽ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇതിന് കാരണമായിട്ടുള്ള ഇതിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. എന്താണ്? സിസ് ചീസിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയമാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. മറ്റൊരു തരത്തിലുള്ള ചീസാണ് റെക്കിഫോർഡ് ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫഞ്ചയാണ് പെൻസിലിയം റെക്കിഫേർട്ട്. ഒന്നും കൂടെ ക്യാമംബർട്ട് ആൻഡ് ബ്രൈറ്റ് ചീസസ് അതിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പെൻസിലിയം ക്യാമംബർട്ടിയാണ്. അതുപോലെ സിസ് ചീസസിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. നെക്സ്റ്റ് വൺ റെക്കിഫോർഡ് ചീസ്, അതൊരു സ്പെസിഫിക് ഫഞ്ചയാണ്. പെൻസിലിയം റെക്കിഫേർട്ടിയാണ് റെക്കിഫോർഡ് ചീസിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏതു തരം ഗ്യാമേറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏതുതരം ഗ്യാമേറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അനൈസോഗ്യാമേറ്റ്, ഓപ്ഷൻ ബി ഐസോഗ്യാമേറ്റ്, ഓപ്ഷൻ സി മാക്രോഗ്യാമേറ്റ്, ഓപ്ഷൻ ഡി മൈക്രോഗ്യാമേറ്റ്. ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണ്? ഐസോഗ്യാമേറ്റ്സ്, അനൈസോഗ്യാമേറ്റ്സ്, ഊഗ്യാമേറ്റ്സ്. ഐസോഗ്യാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേ സിമിലർ ആയിട്ടുള്ള ഷേപ്പോട് കൂടിയ ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഐസോഗ്യാമേറ്റ്സിൽ നടക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഐസോഗ്യാമേറ്റ്. അനൈസോഗ്യാമി എന്ന് പറഞ്ഞാൽ എന്താണ്? അനൈസോഗ്യാമി ഇസ് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ഇൻ ഡിസിമിലർ സൈസ്. ഐസോഗമി എന്ന് പറഞ്ഞാൽ ഐസോഗമി ഇസ് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ഇൻ സിമിലർ സൈസ്. അനൈസോഗ്യാമി ഇസ് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ഇൻ ഡിസിമിലർ സൈസ്. അങ്ങനെയാണെങ്കിൽ ഊഗ്യമി എന്തായിരിക്കും? ഇസ് ദ ഫ്യൂഷൻ ഓഫ് എ ലാർജ് ഇമ്മോട്ടൈൽ ഫീമെയിൽ ഗ്യാമറ്റ്സ് വിത്ത് സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമറ്റ്. ഫീമെയിൽ ഗ്യാമറ്റ് ലാർജാണ്, ഇമ്മോട്ടൈലാണ്, അതിന് മൂവ്മെൻറ്റ്സ് സാധിക്കില്ല. എന്നാൽ അത് ഏത് തരത്തിലുള്ള മെയിൽ ഗ്യാമേറ്റുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്? സ്മോൾ ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും. സാധ്യമായതും അതുപോലെ വളരെ ചെറുതുമായിട്ടുള്ള ഗ്യാമറ്റാണ് മെയിൽ ഗ്യാമറ്റ്. വലുതാണ്, ചലിക്കാൻ സാധിക്കാത്തതാണ് ഫീമെയിൽ ഗ്യാമറ്റ്. അത്തരത്തിലുള്ള ഗ്യാമറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷൻ പ്രോസസ്സ് അതാണ് ഊഗ്യമയിൽ സംഭവിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ ആൽഗ വർഗം ഏതാണ്? ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ അല്ലെങ്കിൽ ആൽഗ വർഗം ഏതാണ്? ഓപ്ഷൻ എ ചുവപ്പ് ആൽഗ, ഓപ്ഷൻ ബി നീലഹരിത ആൽഗ, ഓപ്ഷൻ സി ഹരിത ആൽഗ, ഓപ്ഷൻ ഡി ബി ആൻഡ് സി. ആൻസർ ഹരിത ആൽഗയാണ്. അതായത് ലൈക്കണിൽ കാണപ്പെടുന്ന ആൽഗൽ ആ ഒരു കമ്പോണൻറ്റിന് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. 90% ലൈക്കനുകളിലും ഹരിത ആൽഗയാണ് അതിൻ്റെ ഫൈക്കോബയോണ്ട് പാർട്ടായിട്ട് കാണപ്പെടുന്നത്. ഇനി 10% മാത്രമേ നീലഹരിത ആൽഗ അല്ലെങ്കിൽ സൈനോബയോണ്ട് കാണപ്പെടുന്നുള്ളൂ. അപ്പം 90%ഉം ലൈക്കണുകളിൽ കാണപ്പെടുന്ന ആൽഗ എന്ന് പറയുന്നത് ഏതാണ്? ഹരിത ആൽഗ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. കുമിൾ നാശിനിയായ ബോർഡോക്സ് മിശ്രിതത്തിലെ ബോർഡോക്സ് എന്തിനെ കുറിക്കുന്നു? കുമിൾ നാശിനിയായ ബോർഡോക്സ് മിശ്രിതത്തിലെ ബോർഡോക്സ് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ രാസവസ്തു, ഓപ്ഷൻ ബി ശാസ്ത്രനാമം, ഓപ്ഷൻ സി സ്ഥൂലനാമം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്ഥൂലനാമം. ഫൈനൽ ആൻസർ കീഴിലുള്ള ഉത്തരം സി ആണ്, സ്ഥൂലനാമം. ക്വസ്റ്റ്യൻ നമ്പർ 26. സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. ഓപ്ഷൻ എ ഫൈറ്റോടോറിൻ, ഓപ്ഷൻ ബി ഫൈറ്റോ അലക്സിൻ, ഓപ്ഷൻ സി ഫൈറ്റോ കെമിക്കൽസ്, ഓപ്ഷൻ ഡി ഫൈറ്റോ
ടോറിൻ. ഉത്തരം ഫൈറ്റോ അലക്സിൻ ആണ്, ഓപ്ഷൻ ബി. ഉത്തരം ഫൈറ്റോ അലക്സിൻ, ഓപ്ഷൻ ബി. സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ് ഫൈറ്റോ അലക്സിൻ. എന്താണ് ഫൈറ്റോ കെമിക്കൽസ്? സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസസംയുക്തങ്ങളാണ് ഫൈറ്റോ കെമിക്കൽസ്. ഈ ഫൈറ്റോ കെമിക്കൽസ് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഫംഗസിൻ്റെയും ബാക്ടീരിയയുടെയൊക്കെ ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയും പ്ലാന്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കുവാനുള്ള കാരണം. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്, ബ്രയോഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചറോട് കൂടിയ പ്ലാന്റ് ബോഡിയാണ്. അതിന് ഹാപ്ലോയിഡ് നേച്ചറാണുള്ളത്. ഇവയിൽ നിന്ന് ഗ്യാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. ഗ്യാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡിയാണ്, അതുകൊണ്ട് അവയെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നു. സെക്സ് ഓർഗൻസ് 2 തരമാണുള്ളത്, ആന്ത്രിഡിയവും ആർക്കിഗോണിയവും. ആന്ത്രിഡിയം മെയിൽ സെക്സ് ഓർഗനും ആർക്കിഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗനുമാണ്. ആന്ത്രിഡിയത്തിൽ നിന്നും റിലീസ് ചെയ്യുന്ന, അതായത് മെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആന്ത്രിഡിയത്തിൽ നിന്നും റിലീസ് ചെയ്യുന്ന ആന്ത്രോസോയിഡ്സ് അത് വാട്ടറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നത്. അത് വെള്ളത്തിലൂടെ ആർക്കിഗോണിയവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ആർക്കിഗോണിയത്തിൽ സിംഗിൾ എഗ്ഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഫീമെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആർക്കിഗോണിയത്തിൽ ഒരു സിംഗിൾ എഗ്ഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആർക്കിഗോണിയവുമായിട്ടുള്ള ആന്ത്രോസോയിഡ്സ് വെള്ളത്തിൽ വെച്ച് കോണ്ടാക്റ്റിൽ വരികയും ആന്ത്രോസോയിഡ്സ് ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഡയറക്റ്റ് റിഡക്ഷൻ ഡിവിഷനിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്നില്ല. അതൊരു മൾട്ടി സെല്ലുലാർ ബോഡി ആയിട്ടത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മൾട്ടി സെല്ലുലാർ ബോഡി ഫോം ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് സ്പോറോഫൈറ്റ് എന്ന് പറയും. ഈ സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ് ബട്ട് അറ്റാച്ച്ഡ് ടു ദ ഫോട്ടോസിന്തറ്റിക് ഗ്യാമറ്റോഫൈറ്റ്. അപ്പം ഈ സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല, അത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഗ്യാമറ്റോഫൈറ്റിൽ നിന്നാണ് നറിഷ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ഡെറൈവ് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്പോറോഫൈറ്റ് പിന്നീട് റിഡക്ഷൻ ഡിവിഷൻ മിയോസിസിന് വിധേയമാക്കുകയും അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഗ്യാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ, ബ്രയോഫൈറ്റിൻ്റെ ബോഡി സ്ട്രക്ചർ പൊതുവെ റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് നേച്ചറാണ്. അപ്പോൾ ഈ പ്ലാന്റ് ബോഡിയിൽ നിന്നും ഗ്യാമെറ്റ്സ്, അതിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് നേച്ചറോട് കൂടിയുള്ളതാണ്. അത് പ്ലാന്റ് ബോഡിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമെറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവയെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നു. ബ്രയോഫൈറ്റിൻ്റെ പ്ലാന്റ് ബോഡീനെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? അവ ഗ്യാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഇവയിൽ കാണപ്പെടുന്നു. ഈ മെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേര് ആന്ത്രിഡിയം എന്നും ഫീമെയിൽ സെക്സ് ഓർഗന് ആർക്കിഗോണിയം എന്നാണ് പറയുന്നത്. ആന്ത്രിഡിയത്തിൽ നിന്നും റിലീസ് ചെയ്യുന്നത് ആന്ത്രോസോയിഡ്സും. അപ്പോൾ ബൈ ഫ്ലജല്ലൈറ്റ് ആണ്, വാട്ടറിലേക്കാണ് ഡയറക്റ്റ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഫീമെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആർക്കിഗോണിയത്തിൽ ഒരു സിംഗിൾ എഗ്ഗ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. വാട്ടറിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയത്തിലുള്ള സിംഗിൾ എഗ്ഗുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും അങ്ങനെ എഗ്ഗും ഈ ആന്ത്രോസോയിഡ്സും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ സൈഗോട്ട് പെട്ടെന്ന് തന്നെ റിഡക്ഷൻ ഡിവിഷന് വിധേയമാകുന്നില്ല. അതൊരു മൾട്ടി സെല്ലുലാർ ബോഡി ആയിട്ട് മാറുകയും അതിനെ സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് ആയിട്ട് നിൽക്കുന്നില്ല. അത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്, അതിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടിയാണ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ അത് പിന്നീടത് സ്പോറോഫൈറ്റ് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസിന് വിധേയമാകുകയും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഹാപ്ലോയിഡ് സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഗ്യാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ചോദ്യം എന്താണ്? ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ, വെള്ളത്തിലും കരയിലും കാണപ്പെടുന്നത് കൊണ്ട്. ബി, ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ട്.
സി ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമുള്ളതിനാലാണ്. ഡി കരയിൽ ജീവിക്കുവാൻ ആദ്യമായി അനുകൂലനങ്ങൾ രൂപപ്പെട്ടതിനാൽ. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമ്മൾ പറഞ്ഞിരുന്നു, ആന്ത്രോസൂയിഡ്സ് വാട്ടറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്? വാട്ടറിലാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമായിട്ടുള്ളതിനാൽ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്